അടുത്തായിട്ട് നമുക്ക് വരാലിന് വേണ്ട തീറ്റ നമുക്ക് ചൂണ്ടക്കുളത്തിൽ ഒന്ന് കൊളുത്തിയിട്ട് നമുക്ക് മീൻ പിടിക്കാനായിട്ട് നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ വരാലിനെ തീറ്റയായിട്ട് എടുത്തേക്കുന്നത് പാറ്റയാണ്. പാറ്റേനെ നമ്മൾ ഒരു ബോക്സിലാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പാറ്റേന എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് പാറ്റേന ഈ ഹുക്കിലൊന്ന് കൊരുത്തിട്ട് നമുക്ക് നേരെ നമുക്ക് കുളത്തിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ പാറ്റേന കൊരുത്തിട്ട് നമ്മൾ നേരെ ഒരു കുളത്തിലേക്ക് ഇട്ട് കൊടുക്കാൻ പോണെയാണ്. ഇല്ല, പോയി. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ചൂണ്ടയിലും കൂടി നമുക്കൊന്ന് കൊളുത്തിയിട്ട് നമുക്ക് രണ്ടാമത്തെ ചൂണ്ട നമുക്ക് നേരെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇതിൽ മീൻ കൊത്തിയിട്ടുണ്ട്. അപ്പോൾ അതായത് നമുക്ക് ഒരു ആലി കിട്ടിയിട്ടുണ്ട്, ചെറുതാണ്. അപ്പോൾ നമുക്ക് അങ്കമാലി മീൻകറി തയ്യാറാക്കണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് കുറച്ച് വെള്ളം ചൂടാക്കിയിട്ട് നമുക്ക് പൊടിയൊന്ന് കുഴച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് തെങ്ങിൻ്റെ ഒരു ഇതെടുക്കാം. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും പെട്ടെന്ന് തീ പിടിക്കും. അപ്പോൾ നമുക്ക് വെള്ളം ചൂടാക്കാനുണ്ട്. അപ്പോൾ ബോൺഫയർ ട്രൈപോഡിലേക്ക് നമുക്ക് കെറ്റിൽ തൂക്കി വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തീ കൊണ്ട് കത്തിക്കാം. അടുത്ത ഒരെണ്ണം കൂടി നമുക്ക് ഒന്ന് ചൂണ്ടയിലേക്ക് കൊളുത്തിട്ട് നമുക്ക് ഇട്ട് നോക്കാം. അപ്പോൾ അതായത് നമുക്ക് വരാൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കിട്ടിയതിൽ വെച്ച് നമുക്ക് ഏറ്റവും വലുതാണ് നമുക്ക് കിട്ടിയേക്കണത്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന 3 വരാലാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമ്മൾ ഇരയിട്ട് കൊരുത്തിട്ടേക്കണത് പാറ്റയായിരുന്നു. അപ്പോൾ അത്യാവശ്യം നമ്മൾ കൊണ്ടുവന്ന ഒരു 6-8 പാറ്റ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഇപ്പോൾ ഇതിന് മുന്നേ ഒരു 3-4 കൊത്തി കൊണ്ടുപോയായിരുന്നു. അപ്പോൾ നമുക്ക് അത്യാവശ്യം നമുക്കിപ്പോൾ കറി വെക്കാനായിട്ടുള്ള മീനായിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല സൈസാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഇനിയിപ്പോൾ മീനൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് നേരെ അങ്കമാലി നോൺ വെജ് മാങ്ങാക്കറി നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടി കുഴച്ചെടുക്കാനായിട്ടുള്ള ചൂട് വെള്ളമാണിത്. അപ്പോൾ നമുക്കിനി അടുത്തായിട്ട് നമുക്ക് മാങ്ങാക്കറിയുടെ നമുക്ക് മസാല നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ചൂടുവെള്ളം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് മസാല ഒന്ന് മിക്സ് ചെയ്യണം. അപ്പോൾ നമുക്ക് 3 മീനാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് മല്ലിപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മുളക് പൊടി എടുക്കാനുണ്ട്. അപ്പോൾ കാശ്മീരി അല്ല, സാദാ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചൂടാക്കിയ ചൂടുവെള്ളം നമുക്ക് ലേശം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പൊടി ഒന്ന് വേവാനാണ്, അതായത് നമുക്ക് പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടും. അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മളിത് കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ അങ്കമാലി മീൻകറിയുടെ മസാല തയ്യാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ ബാക്കി നമുക്ക് സവാള ഉള്ളിയൊക്കെ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അങ്കമാലി മീൻകറി തയ്യാറാക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും നമ്മൾ കട്ട് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മീൻകറി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന കുളത്തിലാണ് നമ്മൾ മീൻ പിടിച്ചേക്കണം. അപ്പോൾ കഴിഞ്ഞ മഴയിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു തോടുണ്ട്. അപ്പോൾ ആ തോടിൽ നിന്നുള്ള മഴവെള്ളം ഇതുവഴി കയറി നേരെ വന്നിട്ട് ആ ഒരു സമയത്ത് കയറിയ ബ്രാലിൻ്റെ കുഞ്ഞും പിന്നെ കുറച്ച് പിലോപ്പിയാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ നമുക്ക് ബ്രാലിൻ്റെ അങ്കമാലിയിട്ട വരാലേറി തയ്യാറാക്കാം. അപ്പോൾ നമ്മൾ മാങ്ങ ഇട്ട് വെച്ചിട്ടുണ്ട്, മസാല തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതെ ഇവിടെ നമ്മൾ ഈ ഒരു കുളത്തിൽ നിന്ന് മീൻ പിടിച്ചിട്ട് അതിൻ്റെ സൈഡിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ 2 വരാൽ നമ്മൾ വറുക്കും, ഒരെണ്ണം കറി വെക്കും. അപ്പോൾ നമുക്ക് അങ്കമാലി മാങ്ങാക്കറിയുടെ
അങ്കമാലി മീൻകറിയുടെ കൂട്ട് നമുക്ക് തയ്യാറാക്കാം. അപ്പോൾ നമ്മളൊരു മൺചട്ടി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം മാങ്ങാക്കറി വെച്ച അതേ ചട്ടി തന്നെയാണ്. അതിലേക്ക് നമുക്ക് സവാള ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് മഞ്ഞൾപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് വിനാഗിരിയാണ്. വൈറ്റ് വിനെഗർ നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. പിന്നീട് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ, നമ്മൾ വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് നാടൻ കറിവേപ്പില, അപ്പോൾ ഇവിടെ തന്നെ ഈ പറമ്പിൽ തന്നെ ഉണ്ടായ കറിവേപ്പിലാണ്. അപ്പോൾ കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ലോണം നമുക്ക് കൈ കൊണ്ട് നല്ലോണം ഒന്ന് തിരുമ്മിയെടുക്കണം. അപ്പോൾ നമ്മളിത് മസാല നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മസാല എടുത്തുകൊണ്ടുവന്നേ, ആ വാങ്ങിയ മസാല. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ചൂടുവെള്ളത്തിൽ കുഴച്ച് വെച്ച മല്ലിപ്പൊടിയും സാധാ മുളക് പൊടിയാണ്. അപ്പോൾ ഇതും നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഒരു പച്ചമാങ്ങ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലോണം മാങ്ങ ഉടഞ്ഞു പോകാത്ത തരത്തിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങയുടെ പൊളിക്കലെടുത്തി പിടി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ, അതായത് തലപ്പാലാണ്, തലപ്പാലിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയുടെ രണ്ടാം പാലുണ്ട്. അപ്പോൾ രണ്ടാം പാലിൻ്റെ പകുതിയും നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. ഇനി നമുക്ക് ഉപ്പും പുളിയൊക്കെ നമുക്കൊന്ന് നോക്കി നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് വേവിക്കണം. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ മസാല എല്ലാം തയ്യാറായിട്ട്, അപ്പോൾ നമ്മൾ മാങ്ങാക്കറി കൂട്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തായിട്ട് മീനൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ മീൻ നമ്മൾ എടുത്തിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു മീനാണ് നമ്മൾ കറി വെക്കാൻ പോണത്. അപ്പോൾ ഇത് നമുക്കൊന്ന് അപ്പോൾ മീൻ നല്ല വഴുവഴുപ്പുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് മീൻ ആദ്യം ഒന്ന് മണ്ണൊന്ന് കഴുകിക്കളയാം. നമുക്കൊന്ന് മീനൊന്ന് കട്ട് ചെയ്യാം. മാറിക്ക് അപ്പോൾ നമ്മൾ മീൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വാലിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് തെറിച്ചാ നമുക്ക് ഈ വാലിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വടിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ചെറുമലൊക്കെ തെന്നിപ്പൂ. നല്ല വഴുവഴുപ്പുള്ള മീൻ. കത്തി കൊണ്ട് അങ്ങനെ ചെത്തിയെടുത്താൽ മതി, കുഴപ്പമൊന്നുമില്ല. നീ പിടിക്കുമ്പോൾ പുറയില്ലേ മണ്ണ് കൂട്ടി പിടിച്ചാൽ മതി. കല്ലിലിട്ട് വരച്ച് ഇതിപ്പോൾ നേരെ ചെത്തിയിട്ടേ നമുക്ക് കത്തി കൊണ്ട് അങ്ങോട്ട് ചെത്താൻ, എന്നിട്ട് നേരെ ഉച്ചിരി ഉപ്പും വിനാരി ഇട്ട് കഴിഞ്ഞാൽ സംഭവം എല്ലാം ഉളുമ്പുമ്പോൾ അടിപൊളിയായിട്ട് ക്ലീനായി കിട്ടും. മുന്നേ തെറിച്ചടാ, ചോറ് തെറിച്ച. ഇന്നലെയും തെറിച്ചല്ലേ? ഇന്നലെ പിലോപ്പി, ഇന്ന് വണ്ണല്ലേ? ഇന്ന് പിലോപ്പിയും, ഇന്നലെ പിലോപ്പിയും, ഇന്ന് ബ്രാലും. അടിപൊളി. അപ്പോൾ നമ്മൾ ചെറുമല്ല ഞാൻ ഇനിയിപ്പോൾ ഇത് നല്ലോണം നമുക്ക് കഴുകിയെടുക്കാം. മറിയണം, മറി. കഴുകിയെടുക്കണേ. ഓഫ് ചെയ്യാല്ല. അപ്പോൾ നമുക്ക് മീനൊന്ന് കഴുകിയെടുക്കണം. അതിനുവേണ്ടി നമുക്ക് മീനിലേക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ഉപ്പിട്ട് വെച്ചിട്ട് നമുക്ക് മീനൊരു 10 മിനിറ്റ് വെക്കാം. എന്നിട്ട് അതിന് ശേഷം നമുക്ക് നേരെ കഴുകി
ഒന്നും കൂടി ഒരു നല്ല വെള്ളത്തിൽ കഴുകിയിട്ട് നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മൾ അങ്കമാലി മീൻകറി വെക്കാനായിട്ടുള്ള മസാല കൂട്ടിയ ചട്ടി നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് 1-ാം പാലും 2-ാം പാലും ചേർത്ത് വെച്ചേക്കണം. അപ്പോൾ മീൻ നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തിള വരട്ടെ. തിള വന്നതിന് ശേഷം നമുക്ക് മീൻ ഇട്ടാൽ മതി, അല്ലെന്നുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. അപ്പോൾ നമ്മളത് ഒരുപാട് മീനൊന്നും ചേർക്കണമെന്നില്ല, ജസ്റ്റ് ആ ഒരു മീനിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രമാണ് നമ്മളിതിലേക്ക് മീൻ ചേർക്കുന്നത്. അപ്പോൾ ബാക്കി 2 മീൻ നമ്മൾ ഫ്രൈ ചെയ്യാനായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്ക് മീൻ ചേർക്കാം. അപ്പോൾ നമ്മുടെ കറി തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങയുടെ 2-ാം പാലും നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം, ഒന്ന് ചൂടാവും. അപ്പോൾ നമ്മുടെ അങ്കമാലി മീൻകറി റെഡി ആവുന്നുണ്ട്. അതായത് മാങ്ങയും മീനൊക്കെ വേവായിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ളത് തേങ്ങയുടെ തലപ്പാലാണ്. തലപ്പാൽ നമുക്ക് ഇതിലേക്ക് ചേർത്തിട്ട് നമുക്കൊരു 2 മിനിറ്റും കൂടി നമുക്കിതൊന്ന് കുക്ക് ചെയ്തിട്ട് നമുക്ക് കറി ഇറക്കി വെക്കാം. അതിന് ശേഷം നമുക്ക് കറി ഒന്ന് താളിക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ അങ്കമാലി മീൻകറി തയ്യാറായിട്ടുണ്ട്. നമുക്കിത് സ്റ്റൗവിൽ നിന്ന് നമുക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു പാൻ വെച്ച് കൊടുക്കാം കറി താളിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. പിന്നീട് നമുക്ക് ചേർക്കാനായിട്ടുള്ളത് വറ്റൽമുളകാണ്. വറ്റൽമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ താളിപ്പിൻ്റെ ഉള്ളിയും മുളകും കറിവേപ്പിലേക്ക് നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു പൊടിക്ക് നമുക്ക് മുളക് പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മതിയാവും. അപ്പോൾ നമുക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ താളിച്ചത് നമുക്ക് നേരെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. പിടിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ചായ റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് ലേശം ചായപ്പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചായക്ക് ആവശ്യമുള്ള പഞ്ചസാര നമുക്ക് ഇതിൽ തന്നെ ചേർക്കാം. നമ്മുടെ ചായ റെഡി ആയിട്ടുണ്ട് കെറ്റിലിൽ വെച്ചത്. ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി വെള്ളവും വെളിച്ചെണ്ണയും അതുപോലെ വരാലും മീനും തന്ന നമ്മുടെ മൈക്കിളേട്ടൻ്റെ വീട്ടിലാണ് നമ്മൾ ഇന്ന് വീഡിയോ എടുത്തേക്കണം. അപ്പോൾ മൈക്കിളേട്ടന് നമ്മുടെ ഒരു കട്ടൻ ചായ. അപ്പോൾ ഇതാണ് മൈക്കിളേട്ടൻ്റെ വീട്ടിൽ നിന്നാണ് നമ്മൾ ഇന്നലെയും വീഡിയോ ചെയ്ത്. അതായത് മാങ്ങയൊക്കെ പൊട്ടിച്ചെന്ന് ഇന്നലെ നമ്മൾ മാങ്ങാക്കറി നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നോക്കിയിട്ട് നമുക്ക് വരാൽ കിട്ടിയില്ല. അപ്പോൾ ഇന്ന് നമ്മൾ പാറ്റയൊക്കെ കൊണ്ടുവന്നിട്ട് വരാലിനെ എന്തായാലും പിടിച്ച് അങ്കമാലി മാങ്ങാക്കറി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സഹായങ്ങളും എല്ലാം ചെയ്തു തന്ന മൈക്കിളേട്ടനെ നമ്മളെല്ലാം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇത് മൈക്കിളേട്ടൻ്റെ മകളാണ് ശ്രദ്ധ. പിന്നീട് മൈക്കിളേട്ടൻ്റെ വൈഫ് പാരി ചേച്ചി ടീച്ചറാണ്. പുള്ളിക്കാരിയാണ് നമുക്ക് വയനാടത്തെ ഒരു 3 വീഡിയോ നമ്മൾ വയനാട് ചേർന്നായിരുന്നു മേപ്പാടിയിൽ. അപ്പോൾ അവിടുത്തെ വേണ്ട സൗകര്യങ്ങളെല്ലാം നമുക്ക് ചെയ്തു തന്നത് മൈക്കിളേട്ടൻ്റെ വൈഫ് പാരി ചേച്ചിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടി ക്യാമറയുടെ കുറച്ച് നേരം സഹായം ചെയ്ത നമ്മുടെ മകളാണ് യാഗ്ന.
അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പിന്നണിയിൽ പ്രവർത്തിച്ചത് നമ്മുടെ വൈഫാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ചായ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ആയിട്ടുള്ള അങ്കമാലി മീൻകറി തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക.